എല്ലാവരും തുല്യരാകുന്നത് പോളിംഗ് ബൂത്തിലാണ് എന്നുള്ളത് കൊണ്ട് ശതകോടീശ്വരനും ഫോബ്സ് മാസികയിൽ അത്തരത്തിൽ ഈ ലോകത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരും ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ പലയിടങ്ങളിലും സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരും ഒരു നേരത്തെ അന്നത്തിനായി ഒരുപക്ഷെ തെരുവിലിരുന്ന് യാചിക്കുന്നവരടക്കമുള്ളവരും അവരുടെ രാഷ്ട്രീയ അധികാരമെന്നത് അത്തരത്തിൽ തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ നൽകുന്നതിനെ സംബന്ധിച്ചാണ് എങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചോദിക്കട്ടെ, BJP പറഞ്ഞ് അച്ചം പത്തായത്തിലുമില്ല എന്ന് ദയവ് ചെയ്ത് പറയരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ. ഇവിടെ വിഷയം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാം ഡിജിറ്റലൈസേഷനിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ NPC. അങ്ങനെയല്ലേ നോട്ട് നിരോധനത്തിൻ്റെത് പോലും വന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? നോട്ട് നിരോധനത്തിന് ആജ് രാത് കെ ബാദ് എന്താ പറഞ്ഞത്? കള്ളപ്പണം പിടികൂടാനാണ്, കള്ളപ്പണക്കാരെ എല്ലാം ജയിലിലടക്കാനാണ്, കള്ളനോട്ടെല്ലാം നമുക്ക് പിടികൂടാനാണ്, അതിർത്തി കിടന്നതെല്ലാം വരികയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഹൂസ് ചൈൽഡ് ഇറ്റ് വാസ് എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതി വരെ പോയി. പാർലമെൻറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളല്ല തീരുമാനിച്ചത്, റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഞങ്ങളല്ല തീരുമാനിച്ചത്, ഇന്ത്യ ഗവൺമെൻറ് ആണ് എന്നുള്ളതിൻ്റെ. എന്താ പറഞ്ഞത്? ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളിത് 50 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ തൂക്കിക്കൊന്നുകൊള്ളൂ എന്ന് പോലും പറഞ്ഞു. പറഞ്ഞ വാക്കിനൊക്കെ വില ഉണ്ടാവണം. ഞാൻ വധശിക്ഷയ്ക്കെതിരായിട്ടുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ആ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് കൊടുത്തുകൂടെ? കയ്യിലിരിക്കുകയല്ലേ, അത് ഡിജിറ്റലായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം മൊബൈലിലേക്ക് മൾട്ടിമീഡിയയിലേക്കെല്ലാം അങ്ങോട്ടേക്ക് പകർന്നു കൊടുത്താൽ പോരെ, ഡൗൺലോഡ് ചെയ്താൽ പോരെ? കൊടുക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ നശിപ്പിക്കും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ തെളിവ് ഹാജരാക്കൂ എന്ന് പറയുകയാണ്. ആരുടെ കയ്യിലാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിൽ. അത് നശിപ്പിച്ചു എന്ന് പറയുന്ന ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ.